ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം ലഭിച്ചാൽ സ്വീകരിക്കുമെന്ന് മുൻ കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥ്. ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് താനെന്നും അങ്ങനെ ഒരു അവസരം വന്നാൽ ഭാഗ്യമായി കരുതുമെന്നും ഗോപിനാഥ്. ഇന്നലെ മുഖ്യമന്ത്രി പാലക്കാട് വന്നപ്പോഴാണ് എ വി ഗോപിനാഥനുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിയോട് താനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഗോപിനാഥ് പറഞ്ഞു. ഞാനും മുഖ്യമന്ത്രിയും കൂടി സാധാരണ ഒരു സന്ദർശനം എന്നല്ല, ആദ്യമായി എപ്പോഴും എന്നെ അറിയിക്കാറുണ്ട്, ഞാൻ പോയി കാണാറുണ്ട്. ഇതാണ് സംഭവം. ഒരു കാരണവശാലും ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഒരു സുഹൃത്ത് സന്ദർശനം എന്നല്ലാണ്ട് അത് ഔദ്യോഗികമായിട്ട് യാതൊരു ചർച്ചയും നടത്തില്ല. പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനങ്ങളതൊന്നും ഒരു മിനിറ്റ് ചർച്ച ചെയ്തു എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. എൻ്റെ കൂടെ ഒന്നാമത് സുമോദ മേലയുണ്ട്, വേറെ ചില ആളുകളുണ്ട്. ആ സമയത്ത് ഇതൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറ്റുക? ഒന്നാമത് പാർട്ടിയിൽ ഞാനും ലോക്കലാണെങ്കിൽ ശരി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആഫ്റ്റർ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പ്രാധാന്യമായി കൽപ്പിക്കുന്നില്ല, എടുത്തിട്ടുമില്ല. കേരളത്തിലെ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗുരുവായൂർ. സർക്കാർ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയൊരു സാഹചര്യം വന്നാൽ തീർച്ചയായും സ്വീകരിക്കും. സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യം വന്നാൽ അത് വരണമെങ്കിൽ മുഖ്യമന്ത്രി വിചാരിക്കണമല്ലോ, വേറെ ആരും വിചാരിച്ചാൽ നടക്കില്ലോ. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ആ ചർച്ചയിൽ എ വി ഗോപിനാഥൻ്റെ പേരിട്ട് അത് യാഥാർത്ഥ്യമായി വന്നാൽ ഞാൻ സ്വീകരിക്കും. ഞാനൊരു വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ്. കിട്ടിയാൽ ഞാൻ സ്വീകരിക്കും, തന്നാൽ ഞാൻ പോകും, ചാർജ് എടുക്കും, എൻ്റെ പ്രവർത്തനവുമായി ഞാൻ മുന്നോട്ട് പോകും. വരുന്ന 14-നാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാന്റെ കാലാവധി അവസാനിക്കുന്നത്. അതിനകം ഗോപിനാഥിനെ ബോർഡ് അംഗമായി നിയോഗിക്കുകയും പിന്നീട് ചെയർമാനാക്കാനുമാണ് ലക്ഷ്യം. CPM-മായി തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഗോപിനാഥ്. താൻ മരിക്കും വരെ കോൺഗ്രസുകാരനായിരിക്കുമെന്നും ഒരു പാർട്ടിയിലും ചേരില്ലെന്നും ഗോപിനാഥ് വ്യക്തമാക്കിയിരുന്നു. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ പരാജയപ്പെട്ടത് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് മൂലമായിരുന്നുവെന്നാണ് പരാതി. UTV ന്യൂസ്, പാലക്കാട്.